നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കെന്നെ വിശ്വാസമാണ്. സ്വയം വിശ്വാസം ഇല്ലാത്തവരാണ് ഈ വേലി കെട്ടുന്നത്. എന്താ പറഞ്ഞേ? സത്യം പറയാലോ, ശാന്തി മുഹൂർത്തത്തിന് മുമ്പ് നീ എന്നെ ആക്രമിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എടാ ദുഷ്ട, നീ എന്താ പറഞ്ഞേ? കാണിച്ചു തരണം നിന്നെ. ഞാൻ ആക്രമിക്കുമല്ലേ? അനാവശ്യം പറയുന്നോ? എന്തനാവശ്യം? ഈ അനാവശ്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം. കൊല്ലും ഞാൻ. മതി മതി. ആരവിടെ? നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ആ ശിവാനി വന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ പില്ലോ ഫൈറ്റിനിടെ കയറി വന്ന് അവളെ ശരിപ്പെടുത്തണം. അത് ഞാൻ ഏറ്റു. ഞാനും. നിങ്ങളെന്താ ഇവിടെ യുദ്ധം ചെയ്യായിരുന്നോ? അല്ലമ്മ. അമ്മ എന്താ അങ്ങനെ ചോദിച്ച? നിങ്ങളെ കണ്ടപ്പോ അങ്ങനെ തോന്നി. ഓ, അതാണോ അമ്മ ഉദ്ദേശിച്ചത്? ഒരു പില്ലോ പൊട്ടി, അതിന്ന് പഞ്ഞി പാറിയതാ. കല്യാണം കഴിഞ്ഞ കാലത്തെ ഞങ്ങളുടെ റൂമിലും സ്ഥിരം പഞ്ഞി പാറാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ രാത്രി മുഴുവൻ ഗോപിയേട്ടൻ തുമ്മി തുമ്മി കിടക്കും. ഞങ്ങള് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തുമ്മലൊന്നും വരില്ല. ശരി ശരി, ഇനി ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് പഞ്ഞി പറിച്ചാ മതി. തുടങ്ങി, ഇനി അനുഭവിച്ചു. ഗൗതമിന് ഇമ്മ്യൂണിറ്റി തീരെയില്ല. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടും ആണുങ്ങൾക്ക് ഇങ്ങനെ തളർന്നിരിക്കാലോ. ജോലി എടുത്ത് നടുവടിയുന്നത് എന്നെ പോലെയുള്ള പാവ പെണ്ണുങ്ങളുടെ. ഒരു പാവം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് നീ ഒറ്റവരുത്തിയ. പില്ലോ ഫൈറ്റ് ഇറങ്ങി വെച്ച പോലെ നീയല്ലേ? ഞാൻ തല്ലിയപ്പോ അങ്ങ് കൊണ്ടാ പോരായിരുന്നോ? എന്തിനാ വേറെ പില്ലോ എടുത്ത് എന്നെ ആക്രമിച്ചത്? അതുകൊണ്ട് ഈ പഞ്ഞി മുഴുവനും പറന്നത്. ഓഹോ, എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പ്രതിരോധിച്ചതാണോ കുറ്റം? ആദ്യം എന്നെ ആക്രമിച്ച നീയല്ലേ കുറ്റവാളി? ഞാൻ ആക്രമിച്ചതേ എന്നെ കുറിച്ച് തോന്നിയ ദിവസം പറഞ്ഞതുകൊണ്ടാ. എന്നെ കുറിച്ച് തോന്നിയ ദിവസം പറഞ്ഞാ ഞാൻ ഇനിയും പ്രതികരിക്കും. നിന്നെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നീ നമുക്കിടയിൽ തലയിലും ഭാഗമൊക്കെ കൊണ്ടുവച്ച് മതിൽ തീർക്കാൻ ശ്രമിച്ചിട്ടാ. അത് നീ ചെയ്തത് തെറ്റല്ലേ? എന്ത് തെറ്റ്? ഞാൻ മര്യാദയ്ക്ക് സെറ്റിയിൽ കിടക്കാൻ പോയതല്ലേ. ഞാൻ കട്ടിൽ തന്നെ കിടക്കണമെന്ന് വാശി പിടിച്ചത് നിങ്ങളല്ലേ? ഭാര്യയും ഭർത്താവായ ഒരുമിച്ചാണ് ഉറങ്ങേണ്ടത്. എന്റെ ഭാര്യ എന്റെ കട്ടിൽ ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചത് തെറ്റാണോ? ശാന്തി മുഹൂർത്തം നോക്കണമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാ ഞാൻ മാറിക്കിടക്കാൻ തീരുമാനിച്ചത്. എന്ത് ശാന്തി മുഹൂർത്തം? ഇതേ പാറു തന്നെയല്ലേ നമ്മൾ ഒരുമിപ്പിക്കാൻ വേണ്ടിട്ട് മുൻകെടുത്തത്. അന്നേരം എന്താ പാറു ശാന്തി മുഹൂർത്തം നോക്കാതിരുന്നത്? ഗൗതം പറഞ്ഞത് വളരെ ശരിയാ. അന്ന് നോക്കാത്ത ശാന്തി മുഹൂർത്തം അമ്മ എന്തിനാ ഇപ്പൊ നോക്കുന്നേ? ഇത് തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ശാന്തിയും വേണ്ട, മുഹൂർത്തം വേണ്ട. എന്താ പറഞ്ഞേ? ശാന്തി മുഹൂർത്തം നോക്കണ്ടെന്ന് ഞാനല്ല, നീയാ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു 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 ഞാൻ കേട്ടതാ. എന്നാലും മുതിർന്നവര് പറഞ്ഞതല്ലേ, നമ്മൾ അനുസരിക്കണ്ടേ ഗൗതം? വേണം വേണം. അതെ, കിടന്നോ, ഞാനിത് ക്ലീൻ ചെയ്തിട്ട് കിടന്നോളാം. ഓ, ഇന്നെനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്നത്തെ ഈ പ്രശ്നത്തിന് കാരണം നമ്മൾ രണ്ടുപേരുമല്ല. പിന്നാരാ? ശാന്തി മുഹൂർത്തത്തിന് മുഹൂർത്തം കണ്ടുപിടിച്ചവനല്ലേ അവനാ. അവൻ തന്നെ കുഴപ്പക്കാരൻ. സത്യം, നമ്മൾ വെറുതെ നമ്മളെ തെറ്റിദ്ധരിച്ചു അല്ലേ?
എന്തിനാ വഴി തിരിച്ചു വിട്ടത്? നമ്മൾ ഈശ്വരമംഗലത്തേക്ക് തന്നെയല്ലേ പോകുന്നത്? ജോത്സ്യരെ തനിച്ച് കാണണമെന്ന് വസുന്ധര മേഡം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ വഴി വരാനാ മേഡം പറഞ്ഞത്. സുഖല്ലേ ജോത്സരെ? ആ, അങ്ങനെ പോകുന്നു. വീട്ടിലെല്ലാവർക്കും? എല്ലാവർക്കും സുഖം തന്നെ. ആ, മകൾക്ക് വിശേഷം വല്ലതും ആയോ? ഇല്ല, ട്രീറ്റ്മെന്റിലാണ്. കല്യാണം കഴിഞ്ഞു, വർഷം 7 കഴിഞ്ഞു. സന്താനഭാഗ്യം മാത്രം കിട്ടിയില്ല. എന്തിനാ ട്രീറ്റ്മെന്റ്? കബഡി ഉരുട്ടി വല്ല പൂജയും കഴിച്ചാ കുട്ടികൾ ഉണ്ടാവില്ലേ? ഓ, അത് സ്വന്തം വീട്ടില് പറ്റില്ലല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ ഉപദേശിച്ചു കൊടുക്കായിരുന്നു അല്ലേ? വന്ധ്യതാ ചികിത്സയ്ക്ക് ലക്ഷങ്ങളാ ചെലവ്. ജോത്സരും മകളും നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലായതുകൊണ്ട് ചികിത്സ നിർത്തിവെച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്തിനാ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ഈ സംഭാഷണം തുടരാൻ താല്പര്യമില്ല. എങ്കിൽ ജോത്സർക്ക് താല്പര്യമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ആ, ജോത്സരുടെ മകളെ ട്രീറ്റ് ചെയ്യുന്ന ഇൻഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉടമസ്ഥ ഡോക്ടർ ആനി കുര്യൻ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഇനി അവിടെ നിങ്ങളുടെ മകൾക്കുള്ള ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്. ഒരു കുഞ്ഞിക്കാല് കാണണമെന്നുള്ള നിങ്ങളുടെ മോഹം പൂവണിയുക തന്നെ ചെയ്യും, ഉടൻ തന്നെ. ഈ സഹായത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നാളെ തന്നെ മോളോട് വീണ്ടും ചികിത്സ തുടങ്ങാൻ പറയാം. ഞാനൊരു ബിസിനസ്സുകാരിയാ. ലക്ഷങ്ങൾ മുടക്കാൻ ഞാൻ തയ്യാറാകുമ്പോ തിരിച്ചെന്ത് കിട്ടും എന്നുകൂടി ഞാൻ ആലോചിക്കാറുണ്ട്. പണം തവണകളായി ഞാൻ തിരിച്ചു തന്നോളാം. എനിക്ക് വേണ്ടത് പണമല്ല. പിന്നെ പറയാം, കൂടുതൽ പണം ജോത്സർക്ക് ഞാൻ തരികയും ചെയ്യും. ഗൗതമിന്റെയും നിധിയുടെയും 2ാം താലികെട്ട് 6 മാസത്തേക്ക് നീട്ടിവെക്കണം. രാഹുവിൽ ഗുളികന്റെ കളിയെന്നോ വിഷകന്യാ യോഗമെന്നോ നിങ്ങളുടെ സൗകര്യം പോലെ പറഞ്ഞാ മതി. എന്ത് ചെയ്തിട്ടായാലും 6 മാസത്തേക്ക് അവരൊന്നിക്കാൻ പാടില്ല. അതാണ് എനിക്ക് ആവശ്യം. ബുദ്ധിമുട്ടാ വസുന്ധരെ. പ്രശ്നം വെച്ച് രാശിയിൽ തെളിയാത്തതൊന്നും ഞാൻ പറയാറില്ല. തെറ്റ് നിന്നവരെ ഞാൻ കൂട്ടുനിന്നിട്ടില്ല. ഇതിന്ന് എന്നെ ഒഴിവാക്കണം. ഞാൻ ഈശ്വരമംഗലത്തേക്ക് വരുന്നില്ല. മറ്റൊരു ജോത്സ്യനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാം. ഏട്ടത്തിക്കും ഏട്ടനും നിങ്ങളെ മാത്രമാണ് വിശ്വാസം. മറ്റാര് പറഞ്ഞാലും ഒടുവില് അവര് നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തും. അത്തരം ഒരുപാട് വിശ്വാസികൾ എനിക്കുണ്ട്. എന്റെ സത്യസന്ധതയിലാണ് അവരുടെ വിശ്വാസം. അത് തെറ്റിച്ചാൽ പിന്നെ ഞാൻ രാശിപ്പലകയിൽ തൊടുക പോലുമില്ല. ഈ രാശിപ്പലക തൊട്ടാലേ ജീവിക്കാൻ പറ്റൂ എന്നൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇനിയുള്ള ആയുസ്സില് കബഡി ഉരുട്ടി സമ്പാദിക്കാൻ പോകുന്നതിന്റെ ഇരട്ടി ഒരൊറ്റ പേയ്മെന്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. 6 മാസത്തേക്ക് ഈ താലികെട്ടും ശാന്തി മുഹൂർത്തവും നീട്ടിവെച്ചാൽ മാത്രം മതി. പിന്നെ ജോത്സ്യർക്ക് വീടിന്റെ ഉമ്മറത്തെ ചാരുകസേല് മലർന്നു കിടന്ന് പേരക്കുട്ടികളുടെ കളിച്ചിരികൾ ആസ്വദിക്കാം.